അനിഴ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതഗതി പ്രധാനമായും ഒരു അനിശ്ചിതത്വത്തിലാണ്. എന്ത് ചെയ്യണം, എങ്ങനെയാണ്, എന്തിൽ മുന്നോട്ട് പോകണം. ചിലവർക്ക് ഒരു നിശ്ചിതാവസ്ഥ ഉണ്ടെങ്കിലും കാര്യങ്ങൾ മൊത്തത്തിലൊരു അനിശ്ചിതാവസ്ഥയാണ് അവർക്ക്. പലവിധ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആകുല ചിന്തകൾ എപ്പോഴും ഇവർ അലട്ടിക്കൊണ്ടിരിക്കും. അതെ, ഭയങ്കരമായിട്ടുള്ള ചിന്തകളാണ് ഇവർക്ക്. അത് ആകുല ചിന്തകളാണ്. ശത്രുക്കളോട് ക്ഷമിക്കുകയില്ല അവർ. ശത്രുക്കൾ ഉണ്ടായാൽ പിന്നെ അവരോട് വലിയ ക്ഷമയോ സ്നേഹമോ ഒന്നും പിന്നെ ഇവരിൽ നിന്ന്, മമതയൊന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കാനുള്ള ഭാഗ്യം ഇവർക്കില്ല. ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് പണമൊക്കെ ഉണ്ടാക്കി എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും കാരണത്തിൽ നിന്ന് ഇവർക്ക് ഇതിൻ്റെ ഭാഗ്യം അനുഭവിക്കാൻ ഇവരുടെ മക്കളോ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കും വരിക. അതുപോലെ തന്നെ വ്യാപാരം, വ്യവസായം, ഇങ്ങനെയുള്ള മേഖലകൾ, കൃഷി, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇവർ കൂടുതൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഇവർക്ക് ഉന്നതരുടെ സൗഹൃദവും സഹകരണവും ഒക്കെ കിട്ടുന്ന ആളുകളാണ് ഈ അനിഴ നക്ഷത്രക്കാർ. പൊതുവെ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ഇവർ ശ്രദ്ധിക്കും. ഞങ്ങളായിട്ട് ആർക്കും ഒരു ഉപദ്രവം ചെയ്യേണ്ട എന്ന ചിന്താഗതിയുള്ളവരാണ്. കുടുംബജീവിതം ഇവർക്ക് പൊതുവെ സന്തോഷകരമായിരിക്കും. നല്ല പങ്കാളിയൊക്കെ ഇവർക്ക് കിട്ടും. ഇഷ്ടപ്പെട്ട പങ്കാളിയെ തന്നെയാണ് ഇവർക്ക് ലഭിക്കാറ് സാധാരണ. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ശിരോരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, പുരുഷന്മാർക്കൊക്കെ ഈ രോഗങ്ങൾ കൂടുതലായിട്ട് വരാറുണ്ട്. ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ബാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക്. അനിഴ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പൊതുവെ ബന്ധുഗുണമുള്ളവരായിരിക്കും. എല്ലാ തരത്തിലും ഒരുപാട് ബന്ധുഗുണം ഇവർക്കുണ്ടാവും. ഭർത്താവിൽ ഇവർ പ്രിയമുള്ളവരും ഭർത്താവിനെ പരിചരിക്കുന്ന പ്രത്യേക കഴിവുള്ളവരായിരിക്കും അനിഴ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ.